വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ 2 പേർ ആലുവയിൽ പിടിയിൽ. സ്ഥാപന ഉടമ നിഷ, സഹായ്, ടോജി എന്നിവരാണ് പിടിയിലായത്. മൈഗ്രന്റ് ഓവർസീസ് കൺസൾട്ടന്റ് ഏജൻസിയുടെ പേരിൽ കോടികളാണ് ഇവർ തട്ടിയെടുത്തത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ ചേരുന്നു. അമൽ, ഈ കൂണുക പോലെ മുളച്ചു വരികയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതിന്റെ തട്ടിപ്പുകളും. ഈ തട്ടിപ്പ് എങ്ങനെയായിരുന്നു? എത്ര പേർക്കാണ് പണം നഷ്ടപ്പെട്ടത്? എത്രത്തോളം രൂപയാണ് നഷ്ടമായത്? സുഹേൽ, നമ്മൾ തന്നെ നിരവധി വട്ടം ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വിദേശത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പണം നൽകുകയും പിന്നീട് തട്ടിപ്പിനിരയാക്കുകയുമായിരുന്നു ഇവരുടെ ഒരു രീതി. ഇതിന്റെ ഭാഗമായിട്ട് പല പരാതികൾ ആലുവ പോലീസിന് ലഭിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായാണ് ആലുവ ഈസ്റ്റ് പോലീസ് ഈ ഒരു വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ ആലുവ ഭാഗത്ത് നടത്തിയത്. ഇതിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല തരത്തിലുള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. അക്കൂട്ടത്തിലെ ഒരു സ്ഥാപനമായിരുന്നു മൈഗ്രേറ്റ്. ഈ സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചത്. ഈ ഒരു പരിശോധന നടക്കുമ്പോൾ തന്നെ അവിടുത്തെ തെളിവുകളെല്ലാം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ തെളിവുകൾക്കെല്ലാം പിന്നാലെയുള്ള പോലീസിന്റെ അന്വേഷണം എത്തിപ്പെടുക തന്നെ ചെയ്തു, ലക്ഷ്യത്തെ എത്തിപ്പെടുക തന്നെ ചെയ്തു. അങ്ങനെയാണ് ഈ പ്രതികളെ, അതായത് മൈഗ്രേറ്റ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായിട്ടുള്ള നിഷയെയും ടോജിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇവർക്കൊപ്പം തന്നെ മറ്റു ചില സഹായികളെയും കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഏതായാലും ഈ ഒരു കേസിൽ ടോജിയെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിഷയുടെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ അറസ്റ്റ് ഉണ്ടായി എന്ന് അറിഞ്ഞുകൊണ്ട് കൂടുതൽ പരാതിയുമായിട്ട് നിരവധിയായ ആളുകളാണ് ഇപ്പോൾ ആലുവ പോലീസിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. 5 പരാതികളായിരുന്നു ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ആലുവ സ്വദേശിയായിട്ടുള്ള സാനു വർഗീസിന്റെ പരാതിയായിരുന്നു. ഈ തട്ടിപ്പിനിരയായതിനു ശേഷം പണം ചോദിച്ച് ഇവരുടെ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പരാതിക്കാരെ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് വരുന്നവരെ തടയുവാനും ഭീഷണിപ്പെടുത്തുവാനുമുള്ള ഒരു ശ്രമം സ്ഥാപന ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. സുഹേൽ, എന്തായാലും നല്ല ജീവിതം സ്വപ്നം കണ്ടാണ് പലരും വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അങ്ങനെ നമ്മൾ സമീപിക്കുന്ന ഏജൻസികൾ പലതും തട്ടിപ്പ് ഏജൻസികളാണെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി വരികയാണ്. അതിലൊരു തട്ടിപ്പ് കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. അതിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. നല്ല സ്ഥാപനങ്ങളും നല്ല നിലയിൽ കിടക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.